ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രവ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. സീതാസ്വീകാരം. പിന്നെ ഹനുമാന നോക്കിയരുൾ ചെയ്തു മന്നവൻ, നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം പുക്കറിയിക്കണം. തൻവങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപതിഗ്രഹമാദിയ വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങെന്നോടു വന്നു പറക നീ സത്വരം. എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം. വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതനായൊരു മാരുതപുത്രനും. രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. വക്രപ്രസാദമാലോക്യ കപിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേറിയിടിനാൻ. യുദ്ധം ഭവതിയോടൊക്കെ പറകുന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും. സന്തോഷമെത്രയുണ്ടായതു സീതയ്ക്കെന്നെന്തു ചൊല്ലാവതു. ജാനകീദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാളെന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ. ചൊല്ലേണ്ടതു ചൊല്ലുനീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാനുപായമെന്തെത്ര പാർക്കേണമിനിയും ശുചൈവ ഞാൻ. നേരത്തതിന്നു യോഗം വരുത്തിയിടു നീ. ധീരത്വമില്ലിനിയും പൊറുത്തിടുവാൻ. വാദാത്മജനും രഘുവരൻ തന്നോടു മൈഥിലീ ഭാഷിതം ചെന്നു ചൊല്ലിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായരുൾ ചെയ്താൻ. വിരയമീ ജാനകീ ദേവിയെ ചെന്നു വരുത്തുക. ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാം. സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാലുലേപാദ്യലങ്കാരമണിയിച്ചു. ശില്പമായൊരു ശിബികമേലാരോപ്യ മൽപുരോഭാഗേ വരുത്തുക സത്വരം. മാരുതി തന്നോടുകൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുഗ്ധാംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു. തണ്ടീലെടുപ്പിച്ചുകൊണ്ടു ചെല്ലും നേരമുണ്ടാ ചമഞ്ഞിതൊരു ഘോഷനിസ്വനം.
വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു, വാനരന്മാരെയുപദ്രവിപ്പാനുണ്ടോ ഞാനുര ചെയ്തിതു നിന്നോടിതെന്തടോ. ജാനകി ദേവിയെ കണ്ടാലതിലൊരു ഹാനി എന്തുള്ളതതു പറഞ്ഞിടുവീ. മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേവരും. പാദചാരേണ വരേണമെന്നന്തികേ മേദിനി നന്ദിനി കിം തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായൊരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോടുമായ സീതയും ശുച തൽക്ഷണേ ചൊല്ലിനാളേതുമേ വൈകാതെ. വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടത്തിലഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതുമെനിക്കതിൽ ചാടുവൻ. സൗമിത്രിയുമതു കേട്ടു രഘുത്തമ സൗമുഖ്യഭാവമാലോക്യ സസംഭ്രമം. സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തു തീയും ജ്വലിപ്പിച്ചു. രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ. ഭൂമിസുതയുമന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയുടും. ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിലതിങ്ങു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്കനേ എന്നു പറഞ്ഞുടൻ മൂന്നു വലം വച്ചു വന്ധിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ. ദുശ്യവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായിതു ലോകവുമന്നേരം. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യക സിദ്ധ സാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലം നേരം. വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനമന്നേരം പ്രേമമുൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ.
സർവലോകത്തിനും കർത്താഭവാനല്ലോ. സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ. അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ. അജ്ഞാനനാശകനാകുന്നതും ഭവാൻ. സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിലഷ്ടമനായതും. ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വിനി ദേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ. ശുദ്ധനായി നിത്യനായി അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിലോർത്തിടുവോ. നിന്നുടെ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം. നഷ്ടനായാനവനിന്നു നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാം തൊൽക്കരുണയാ. ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരേ, ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദമദ്വയം, വന്ദേ പദമശേഷസ്തുതികാരണം. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്രമവ്യയമീശ്വരം. സർവഹൃദി സ്ഥിതം സർവജഗന്മയം, സർവലോകപ്രിയം സർവജ്ഞമദ്ഭുതം. രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം രഘുനാഥം രമാവരം. രാജരാജേന്ദ്രം രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം. മായാപരമജം മായാമയം മനുനായകം മായാവിഹീനം മധുദ്വിഷം. മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം. യോഗിചിന്യം സദാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണമച്യുതം. രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ. ഇത്തം വിധാതൃസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളും നേരം. ആശ്രയാശം ജഗദാശ്രയ ഭൂതയാമാശ്രിത വത്സലയായ വൈദേഹിയെ. കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ ആശ്ചര്യമുൾക്കൊണ്ടു നിന്നിതെല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്നെങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും. പാവകനെ പ്രതി പൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഹാക്ഷനും ജാനകി ദേവിയെ സ്വാംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. സംക്രന്ദനൻ തദാ രാമനെ നിർജ്ജര സംഘേന സാർദ്ധം വണങ്ങി സ്തുതിച്ചിതു. രാമചന്ദ്ര പ്രഭോ പാഹി മാം പാഹി മാം. 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 രാമചന്ദ്
രാമഭദ്രാ പ്രഭോ പാഹി മാം പാഹി മാം. ഞങ്ങളെ രക്ഷിപ്പതിന്നു മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ. നിൻ തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ. നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴുമെൻ ചെവി കൊണ്ടു കേൾപ്പാനും മനോദിനം. യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തേ ജനകാത്മജാ വല്ലഭ. ശ്രീ മഹാദേവനും നിൻ തിരുനാമങ്ങൾ രാമ രാമേതി ജപിക്കുന്നിതന്വഹം. തുൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാ വല്ലഭൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോടരുൾ ചെയ്തിതു രാഘവൻ. മൃത്യു ഭവിച്ച കപികുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം. പക്വഫലങ്ങൾ കപികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർക്കു കുടിപ്പാൻ നദികളും തേനായൊഴുകണമെന്നു കേട്ടിന്ദ്രനും. എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്നു കല്യാണമുൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ. നന്നായുറങ്ങിയുണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കിയരുൾ ചെയ്തിതന്നേരം. നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ. ചെന്നു വണങ്ങുകെന്നൻപോടു കേട്ടത് മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. വൈദേഹി താനും സുമിത്രാതനയനുമാദരവോടു വന്ദിച്ചു ജനകനെ. ഗാഠം പുണർന്നു നിറുകയിൽ ചുംബിച്ചു ഗൂഢനായൊരു പരമപുരുഷനെ. സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്നാനന്ദമഗ്നനായി ചിന്മയനോടു പറഞ്ഞു ദശരഥൻ. എൻ മകനായി പിറന്ന ഭവാന ഞാൻ നിർമ്മലമൂർത്തെ ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു. നിൻമഹാമായ മോഹിപ്പിയായി എന്നയും കൽമഷനാശന കാരുണ്യവാരിധേ. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോദേന പോവാനനുവദിച്ചിടിനാൻ. ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്നമരാവതി പുക്കുമരുവിനാൻ. സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്നു പുക്കുവിരിഞ്ചനും. കാർത്യായനീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായെഴുന്നള്ളിനാൻ. ശ്രീരാമചന്ദ്ര നിയോഗേന പോയിതു നാരദനാദി മഹാമുനി വൃന്ദവും. പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നീടിനാർ. സീതാസ്വീകാരം. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ.
നീ പോയി വിഭീഷണ അനുജ്ഞയാ ചെന്ന് ലങ്കാപുരം പൊക്കറിയിക്കണം. ഹനുമാനോടാണ് ഭഗവാൻ പറയുന്നത്, വിഭീഷണന്റെ അനുവാദം വാങ്ങി ലങ്കാപുരത്തിൽ പോയി നീ അറിയിക്കണം തന്വങ്കിയാകിയ ജാനകിയോട് ഇതം. ജാനകീദേവിയോട് നക്തഞ്ചരാധിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം, രാവണനെ വധിച്ചതും തുടങ്ങിയ എല്ലാ വൃത്താന്തങ്ങളും പറഞ്ഞു കേൾപ്പിക്കണം. എന്നിട്ട് എന്നാൽ അവളുടെ ഭാവവും വാക്കും, അപ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവവും വാക്കുമൊക്കെ എന്താണ് പറയുന്നത് എന്നൊക്കെ എന്നോട് വന്ന് പറക നീ സത്വരം, എന്നിട്ട് എന്നെ വന്ന് അറിയിക്കുകയും വേണം എന്നത് കേട്ട് പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം. അപ്പോഴേക്കും പിന്നെ എല്ലാവരും നല്ല സൗഹൃദത്തിലായി. കാരണം ഇപ്പോൾ വിഭീഷണനാണ് ഭരിക്കുന്നത്. വിഭീഷണന്റെ സന്തത സഹചാരികളെ പോലെയാണ് വാനരന്മാർ. അതുകൊണ്ട് തന്നെ നിശാചരർ എല്ലാ രാക്ഷസന്മാരും വന്ന് സൽക്കരിച്ചിടിനാർ മാരുതിയെ. അതിനാൽ നന്ദിതനായൊരു സന്തോഷവാനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമിസുതയെ നമസ്കരിച്ചിടിനാൻ. ഇവിടെ കാര്യങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകാം. എന്തായാലും ശ്രീരാമചന്ദ്രനെ തന്നെ ധ്യാനിച്ചിരിക്കുന്ന സീതാദേവിയെ ഹനുമാൻ നമസ്കരിച്ചു. വക്ത്രപ്രസാദമാലോക്യ, അപ്പൊ ദേവി അറിഞ്ഞിരിക്കുന്നു എന്ന് തോന്നി, കാരണം മുഖമൊക്കെ തെളിഞ്ഞിരിക്കുന്നു. അത് കണ്ടിട്ട് ഹനുമാൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്ന് ദുഃഖമകന്ന് തെളിഞ്ഞു മേവീടിനാൻ. അങ്ങനെ രാവണനെ കൊന്ന കാര്യം പറഞ്ഞു. യുദ്ധം ഭവതിയോടൊക്കെ പറകെന്ന് ചിത്തം തെളിഞ്ഞരുൾ ചെയ്തിതറിഞ്ഞാലും, ഇങ്ങനെയൊക്കെ പറയണമെന്ന് ശ്രീരാമചന്ദ്രൻ പറഞ്ഞയച്ചതാണ്. സന്തോഷം എത്രയുണ്ടായത് സീതയ്ക്കെന്ന് എന്ത് ചൊല്ലാവതു, ദേവിക്ക് എത്രമാത്രം സന്തോഷമുണ്ടായെന്ന് ശ്രീരാമചന്ദ്രൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാരുതി പറഞ്ഞത് കേട്ട് ജാനകീദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാൾ. എന്തു ഞാൻ മർക്കടശ്രേഷ്ഠ ചൊല്ലേണ്ടത് ചൊല്ലു നീ, ഞാൻ എന്ത് പറയാനാണ്. ഇവിടെ മറ്റൊരു ദുര്യോഗം നോക്കണം. അതായത് ശ്രീരാമചന്ദ്രൻ ലങ്കയിൽ എത്തിയിട്ട് പോലും അവർക്ക് തമ്മിൽ ഇതുവരെയായി കാണാൻ സാധിച്ചിട്ടില്ല. അതാണ് അതിലും വലിയ ദുഃഖം. ഇതുവരെ ലങ്കയിൽ എത്തിയിട്ടില്ലെന്നെങ്കിലും വിചാരിക്കാമായിരുന്നു. പക്ഷേ ലങ്കയിൽ എത്തിയിട്ടും ഒരു നോക്ക് കാണാൻ സാധിക്കാതെയാണ് സീതാദേവി ഇരിക്കുന്നത്. അതാണ് അത്രയും സങ്കടത്തോടെ പറയുകയാണ്, ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായം എന്തെത്ര പാർക്കണം ഇനിയും ശുചൈവ ഞാൻ, ഇനി എത്ര നാൾ ഞാൻ കാത്തിരിക്കണം, അത് മാത്രമേ എനിക്കറിയേണ്ടൂ. നേരത്തതിന് യോഗം വരുത്തിയിടു നീ, ധീരത്വമില്ലിനിയും പൊറുത്തിയിടുവാൻ. എത്രയും പെട്ടെന്ന് എൻ്റെ ഭർത്താവിനെ എനിക്കൊന്ന് കാണണം, ഇനിയും ഈ വിരഹം ഇങ്ങനെ സഹിക്കാൻ വയ്യ, അതാണ് നീ പറയേണ്ടത്. ഇങ്ങനെ വാതാത്മജനും രഘുവരൻ തന്നോട് മൈഥിലി ഭാഷിതം ചെന്ന് ചൊല്ലിയിടിനാൻ. ഇങ്ങനെ ശ്രീരാമചന്ദ്രനോട് ഹനുമാൻ വന്നു പറഞ്ഞപ്പോൾ രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായി അരുൾ ചെയ്താൻ, വിരയേ നീ ജാനകീദേവിയെ ചെന്നു വരുത്തുക, ദീനതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാം. വളരെ ഒരു സാധാരണക്കാരനായ ഭർത്താവിനെ പോലെ പറയുകയാണ്, എന്നെ കാണാതെ വല്ലാതെ വിഷമിക്കുന്നുണ്ട് പോലും. സ്നാനം കഴിപ്പിച്ച് ദിവ്യാംബര ആഭരണ അനുലേവാദ്യ അലങ്കാരമണിയിച്ച് ശില്പമായൊരു ശിബികമേൽ ആരോപ്യ. അപ്പോൾ ദേവിയെ നന്നായി കുളിപ്പിച്ച് നല്ല ദിവ്യ അമ്പരങ്ങൾ, ദിവ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലേപനങ്ങളും അലങ്കാരമൊക്കെ അണിയിച്ച് ശില്പമായ മനോഹരമായി നിർമ്മിച്ച ശിബികമേൽ ഒരു പല്ലക്കിൽ ആരോപ്യ എടുത്ത് മൽപുരോഭാഗെ വരുത്തുക സത്വരം, എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് ദേവിയെ കൊണ്ടുവരിക. മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം. അങ്ങനെ മാരുതിയോടും കൂടെ വിഭീഷണൻ അശോകവനികയിലെത്തി. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ട് മുഗ്ധാംഗിയെ കുളിപ്പിച്ച് ചമയിച്ച് തണ്ടിലെടുപ്പിച്ചുകൊണ്ട് ചെല്ലുന്നേരം ഉണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം. ദേവിയെ സുന്ദരിയാക്കി അണിയിച്ചൊരുക്കി അങ്ങനെ
പല്ലക്കിലേറ്റി കൊണ്ടുപോകുമ്പോഴേക്കും അവിടെ അങ്ങനെ ഒരു ആർപ്പു വിളിയാണ്. കാരണം ആർക്കു വേണ്ടിയാണോ യുദ്ധം ചെയ്തത് ആ സീതാദേവിയെ കാണാൻ വാനരന്മാരൊക്കെ തിക്കും തിരക്കുമാണ്. വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകീദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നത് കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ. വാനരന്മാരുടെ പൊതുവെയുള്ള ഒരു വിവേകമില്ലാത്ത പെരുമാറ്റം അത് അവിടെയുള്ള കാവൽക്കാർക്ക് തീരെ പിടിച്ചില്ല. അതാണ് യാഷ്ടികന്മാർ എന്നാൽ കയ്യിൽ വടിയൊക്കെ പിടിച്ചിട്ടുള്ള കാവൽക്കാർ. അവർ വാനരന്മാരെ ആട്ടി അകറ്റുകയാണ്. ഇത് ശ്രീരാമചന്ദ്രന് തീരെ സഹിച്ചില്ല. അതുകൊണ്ട് തന്നെ കോലാഹലം കേട്ട് രാഘവൻ കാരുണ്യശാലിയായ ഭഗവാൻ വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു. കാരണം വിഭീഷണന്റെ ആളുകളാണിപ്പോ. അങ്ങനെയുള്ളവരോട് വിഭീഷണൻ അവരെ തടുക്കണമായിരുന്നു, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വിഭീഷണൻ ചെയ്യാത്തത് കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ്, വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാൻ ഉര ചെയ്തിതു നിന്നോടിതെന്തടോ? വിഭീഷണ, ഞാൻ പറഞ്ഞോ? അവരെ ഉപദ്രവിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാണ് അവരെ അടിച്ചോടിക്കുന്നത്? ജാനകീദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് അത് പറഞ്ഞിടു നീ. ജാനകീദേവിയെ വീണ്ടെടുക്കാൻ യുദ്ധം ചെയ്ത ജീവൻ മരണ പോരാട്ടം നടത്തിയ ഈ വാനരന്മാർ സീതാദേവിയെ കണ്ടു എന്ന് വെച്ചാൽ എന്താണ് അതിലൊരു തെറ്റ്? മാതാവിനെ ചെന്ന് കാണുന്നത് പോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലുമേ വരും. അങ്ങനെ ശ്രീരാമചന്ദ്രൻ തന്നെ വാനരന്മാരോട് പറയുകയാണ്, പൊയ്ക്കൊള്ളുക, നിങ്ങൾ കണ്ണിറച്ച് കാണുക, നിങ്ങളുടെ അമ്മയാണ്. അമ്മയെ ചെന്ന് കാണുന്നത് പോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലും. മാത്രമല്ല ഇങ്ങനെ പല്ലക്കിലൊക്കെ ആനയിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഈ കൗതുകവും ആവേശവും ഒക്കെ. അതുകൊണ്ട് ദേവി ഇനി പാദചാരേണ നടന്നുകൊണ്ട് വരേണം എന്നന്തികെ മേദിനി നന്ദിനി എന്ന് ശ്രീരാമചന്ദ്രൻ പറയുകയാണ്. നടന്നു വരട്ടെ, അപ്പോൾ വളരെ സൗകര്യപൂർവം എല്ലാവർക്കും കാണാമല്ലോ. കിം തത്ര ദൂഷണം, അതിനെന്താ ഇപ്പൊ തെറ്റ്? അങ്ങനെ സീതാദേവി അടുത്തു വന്നു. എന്നാൽ ഇവിടെ ശ്രീരാമചന്ദ്രൻ ഒരു നാടകം കളിക്കുകയാണ്. കാരണം ഈ സീത മായാസീതയാണ്. ഇനി യഥാർത്ഥ സീതയെ അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വരുത്തിക്കണം. അതിനിവിടെ ഒരു നാടകം കളിച്ചേ പറ്റൂ. അതുകൊണ്ട് കാര്യാർത്ഥമായി, അതായത് സീതാദേവിയെ പുറത്തേക്ക് കൊണ്ടുവരിക, അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന കാര്യത്തിനായിക്കൊണ്ട് പുരാനിർമ്മിതമായൊരു, പണ്ട് ശ്രീരാമചന്ദ്രനും സീതാദേവിയും തമ്മിൽ ആലോചിച്ച് എടുത്ത തീരുമാനമായിരുന്നു. അങ്ങനെ ഉണ്ടായ മായാജനകജാരൂപം, മായാസീതയുടെ ഈ രൂപം മനോഹരം കണ്ട് കോപം പൂണ്ടു. ദേവിയെ നേരിട്ട് കണ്ടപ്പോൾ ഭഗവാൻ കോപിക്കുകയാണ്. അതായത് എന്ത് വിശ്വാസത്തിലാണ് നിന്നെ ഞാൻ സ്വീകരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. അപ്പോൾ ഇത് എന്തിനാണ് എന്ന് എഴുത്തച്ഛൻ ആദ്യമേ പറഞ്ഞു, കാര്യാർത്ഥമായി. ഇവിടെ ഒരു കാര്യം സാധിക്കാനുണ്ട്, അതിനാണ്. അങ്ങനെ ലക്ഷ്മണനോട് മായാസീതയും, ലക്ഷ്മണനോട് ആ സീത പറഞ്ഞു, ശുച ദുഃഖിച്ച് തൽക്ഷണേ ചൊല്ലിനാൻ, ഏതുമേ വൈകാതെ വിശ്വാസമാശു മൽഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. എന്റെ ഭർത്താവിനും ലോകത്തിലുള്ളവർക്കൊക്കെ വിശ്വാസം വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്കുക. അഗ്നികുണ്ഡം ജ്വലിപ്പിക്കൂ. ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ, എനിക്കൊരു വിഷമവുമില്ല അതിൽ ചാടാൻ വേണ്ടി. സൗമിത്രിയും അത് കേട്ടു. രഘൂത്തമ സൗമുഖ്യ ഭാവം ആലോക്യ. അങ്ങനെ സൗമിത്രി എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ ഒന്ന് നോക്കും. അങ്ങനെ ഭഗവാനെ നോക്കിയപ്പോൾ ഭഗവാന്റെ മുഖത്ത് ശരി അത് ചെയ്യണം എന്നൊരു ഭാവമായിരുന്നു. അതാണ് സൗമുഖ്യ ഭാവം. അതിനൊരു അനുവാദം കൊടുക്കുന്നത് പോലെ. അത് ആലോക്യ, അത് കണ്ടിട്ട് എന്നാൽ സസംഭ്രമം. ലക്ഷ്മണനും ആ ഒരു സാഹചര്യം അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ജ്യേഷ്ഠൻ പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി, വാനരന്മാരുടെ സഹായത്തോടെ ഹോമകുണ്ഡം തീർത്ത് തീയും ജ്വലിപ്പിച്ചു. എന്നിട്ട് രാമപാർശ്വം പ്രവേശിച്ച് നിന്നിടിനാൻ. ലക്ഷ്മണൻ പിന്നീട് രാമന്റെ അടുത്തേക്ക് വന്ന് നിന്നു. ഭൂമിസുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ
ഭക്തിയാ പ്രദക്ഷിണം. സീതാദേവി പ്രസന്നയായി ഭർത്താവിനെ നോക്കി, എന്നിട്ട് ഭക്തിയാ പ്രദക്ഷിണം കൃത്വാ മുഹുഹു ത്രയം ത്രയം മൂന്ന് തവണ ബദ്ധാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും, ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും തപോധനന്മാരെയും പാവകൻ തന്നെയും അഗ്നിയെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അഗ്നിയിൽ ചാടുന്നത്. ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ, ഞാൻ ഈ ഇത്രയും വർഷം ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളെ എൻ്റെ മനസ്സിൽ നിരൂപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീ സാക്ഷിയല്ലോ. അഗ്നി ഭഗവാനെ, അങ്ങ് എൻ്റെ മനസ്സിന് സാക്ഷിയായിരുന്നു. എല്ലാറ്റിനും സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ. എന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത ഉണ്ടായിട്ടില്ല എന്ന പരമാർത്ഥത്തെ ഈ ലോകത്തെ നീ അറിയിക്കൂ അഗ്നിദേവ എന്ന് പറഞ്ഞുടൻ 3 വലം വെച്ച് വന്ഹിയിൽ ചാടിനാൾ. കിഞ്ചിൽ ഭയം വിന, ഒരു ഭയവുമില്ലാതെ ആ അഗ്നിയിൽ എടുത്തു ചാടി. ദുശ്ചവനാദികൾ വിസ്മയപ്പെട്ടിതു. ദുശ്ചവനൻ ഇന്ദ്രനൊക്കെ ഒന്ന് അത്ഭുതപ്പെട്ടു. നിശ്ചലമായതു ലോകവും അന്നേരം. ലോകവും കുറച്ചു നേരത്തേക്കൊന്ന് നിശ്ചലമായതുപോലെ. ഇന്ദ്രനും കാലനും പാശി വരുണൻ, വായുവും വൃന്ദാരക അധിപന്മാരും ദേവലോകത്തെ മറ്റുള്ള അധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ പരമശിവൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശുകന്മാർ രാക്ഷസന്മാരും പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യക സിദ്ധ സാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യജനങ്ങളും പിന്നെ മറ്റും വിമാന അഗ്രചാരികളൊക്കവേ. അവിടെ വിമാനത്തിൽ യുദ്ധം കാണാനും ഒക്കെ ആയിട്ട് വന്ന് നിന്ന കുറെ പേരുണ്ട്. അവരൊക്കെ ചുറ്റും നിറഞ്ഞിതു. രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കൽ അന്നേരം. അങ്ങനെ അവരെല്ലാവരും ശ്രീരാമചന്ദ്രൻ നിൽക്കുന്ന ആ പ്രദേശത്ത് വന്നു. വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും. ശ്രീരാമചന്ദ്രൻ അവരെയൊക്കെ വന്ദിച്ചു. അങ്ങനെ രാമചന്ദ്രം പരമാത്മാനം അന്നേരം, പരമാത്മാവായ ശ്രീരാമചന്ദ്രനെ അന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാർ. എല്ലാ ദേവന്മാരും പുകഴ്ത്തി. സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ. അജ്ഞാന വിഗ്രഹം എന്നാൽ ഇവിടെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ്. അങ്ങനെ സാധാരണ മനുഷ്യനെ പോലെ ആയിരിക്കുന്നതും ഭവാൻ, എന്നാൽ പരമാത്മാവിന്റെ രൂപത്തിൽ അജ്ഞാന നാശകനാകുന്നതും ഭവാൻ. സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും 8 വസുക്കളിൽ 8ാമനായതും ലോകത്തിന് ആദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വിനീ ദേവകൾ, അങ്ങയുടെ ചെവികളാണ് അശ്വിനീ ദേവന്മാർ. കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ, അങ്ങയുടെ കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും. ശുദ്ധനായി നിത്യനായി അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്ന് ഉള്ളിൽ ഓർത്തിയിടുവോർ. അങ്ങയുടെ തന്നെ മായയിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യർക്ക് അവരെ പോലൊരു മനുഷ്യനാണ് ഭഗവാനും എന്ന് തോന്നുന്നു. എന്നാൽ ആരുടെ ഉള്ളിലാണോ നിന്നുടെ നാമസ്മരണ ഉള്ളത്, നാമസ്മരണം ഉള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ആരുടെ ഉള്ളിലാണോ അങ്ങയുടെ നാമം വളരെ നന്നായി പ്രകാശിക്കുന്നത്, അവരുടെ ഉള്ളിൽ അങ്ങയെക്കുറിച്ചുള്ള തത്വബോധവും പ്രകാശിക്കും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാ നിർദ്ദയം. ഇത്രയും കാലം ഞങ്ങളെയൊക്കെ അടക്കി ഭരിക്കുകയായിരുന്നു രാവണൻ. നഷ്ടനായാൻ അവൻ ഇന്ന് നിന്നാൽ ഇനി പുഷ്ടസൗഖ്യം വസിക്കാം തൊൽക്കരുണയാ. ഇന്നിപ്പോൾ നിന്നാൽ വധിക്കപ്പെട്ടതിനാൽ ഞങ്ങൾക്കിനി സുഖമായി വസിക്കാം. ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരെ, ദേവൻ വിരിഞ്ചനും ബ്രഹ്മാവും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദം അദ്വയം, വന്ദേ പദമശേഷ സ്തുതി കാരണം.
ഭക്തന്മാരുടെ സ്തുതിക്ക് കാരണമാകുന്ന അങ്ങയുടെ ആ പദത്തെ വന്ദിക്കുന്നു. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്രം അവ്യയം ഈശ്വരം. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിക്കപ്പെടുന്ന സത്താമാത്രമായിരിക്കുന്ന, ഉണ്മ മാത്രമായിരിക്കുന്ന അവ്യയനും ഈശ്വരനുമായ സർവഹൃദിസ്ഥിതം സർവജഗന്മയം, എല്ലാ ഭക്തന്മാരുടെയും ഹൃദയത്തിലിരിക്കുന്ന, ഈ ജഗത്ത് തന്നെയായിരിക്കുന്ന സർവലോകപ്രിയം, സർവജ്ഞം, അദ്ഭുതം, എല്ലാം അറിയുന്ന അദ്ഭുത സ്വരൂപനായ അങ്ങയെ നമസ്കരിക്കുന്നു. രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം. രത്നകിരീടം ധരിച്ചവൻ, സൂര്യകോടി പ്രഭം, സൂര്യതുല്യം പ്രകാശിക്കുന്ന കാരുണ്യത്തിന്റെ കടലായിരിക്കുന്ന രഘുനാഥം, രമാവരം, രാജരാജേന്ദ്രം, രജനീചരാന്തകം, രാക്ഷസന്മാരെ വധിച്ചവനായ രാജീവലോചനം, രാവണനാശനം, മായാപരമജം, മായാപരം അജം, മായയുടെ പരമോന്നതിയിലുള്ള അല്ലെങ്കിൽ മായയ്ക്കതീതനായിട്ടുള്ള അജനായ, ഒരിക്കലും ജനിക്കാത്ത മായാമയം, മനുനായകം, മനുഷ്യരുടെ നായകനായിട്ടുള്ള, മായാവിഹീനം, മായയിൽ പെടാത്ത, മധുദ്വിഷം, മധു എന്ന രാക്ഷസനെ കൊന്നവൻ, മാനവം, മാനഹീനം, അഭിമാനബോധം അങ്ങനെയൊന്നുമില്ലാത്ത, മനുജോത്തമം, മനുഷ്യരിൽ ഉത്തമനായിട്ടുള്ള, മാധുര്യ സാരം. മാധുര്യം എന്ന വാക്കിന് ഒരർത്ഥം അത് ഭഗവാനാണ്. മനോഹരം, മാധവം, യോഗി ചിന്യം, യോഗികൾക്ക് മാത്രം മനസ്സിൽ ധ്യാനിച്ചുറപ്പിക്കാൻ സാധിക്കുന്ന, സദാ യോഗി ഗമ്യം, അതുകൊണ്ട് തന്നെ യോഗികൾക്ക് മാത്രം ഗമിക്കാൻ സാധിക്കുന്ന മഹായോഗ വിധാനം, എല്ലാ യോഗങ്ങളെയും സംവിധാനം ചെയ്തവനായ, പരിപൂർണം അച്യുതം, പരിപൂർണനായ അച്യുത സ്വരൂപനായ രാമം, രമണീയ രൂപം, ജഗദഭിരാമം, സദായേവ സീതാഭിരാമം ഭജേ. യുദ്ധം വിധാതൃസ്തുതി കേട്ട് രാഘവൻ ചിത്തം ആനന്ദിച്ചിരുന്നരുളുന്നേരം, ബ്രഹ്മാവിന്റെ സ്തുതി കേട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ അടുത്ത് ആശ്രയാശൻ അഗ്നിദേവൻ, ജഗദാശ്രയഭൂതയാം ആശ്രിതവത്സലയായ വൈദേഹിയെ, ഈ ജഗത്തിന് ആശ്രയഭൂതയായിട്ടുള്ള, ആശ്രിതവത്സലയായിട്ടുള്ള സീതാദേവിയെ, സാക്ഷാൽ മഹാലക്ഷ്മിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ ആശ്ചര്യമുൾക്കൊണ്ടു നിന്നിതെല്ലാവരും. യഥാർത്ഥ സീതാദേവിയെ കൊണ്ട് മുന്നിൽ നിർത്തി അഗ്നിദേവൻ വണങ്ങി, ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിന്നെങ്കൽ ആരോപിതയാകിയ ദേവിയെ, രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടിയുള്ള അങ്ങയുടെ ലക്ഷ്യപൂർത്തീകരണത്തിനായി ആ കാട്ടിൽ വെച്ച് എന്നിൽ ആരോപിതയായി, എന്നാൽ എന്നിൽ അങ്ങ് കുറച്ചു നാളത്തേക്ക് അവിടെ സൂക്ഷിക്കാൻ വേണ്ടി എനിക്ക് വിട്ടുതന്ന ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക, ഇതാ തിരിച്ച് ഞാൻ ഏൽപ്പിക്കുന്നു. സങ്കടം തീർന്ന് ജഗത്രയത്തിങ്കലും അങ്ങ് ഈ 3 ലോകത്തിന്റെയും സങ്കടം തീർത്തുവല്ലോ. അങ്ങനെ തനിക്ക് സീതാദേവിയെ തിരിച്ചു നൽകിയ പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ. ശ്രീരാമചന്ദ്രൻ തിരിച്ചും പൂജിച്ചു. ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. അങ്ങനെ യഥാർത്ഥ മഹാലക്ഷ്മിയായിട്ടുള്ള സീതാദേവിയെ സ്വീകരിച്ചു. പങ്കേരുഹാക്ഷനും ജാനകീദേവിയെ സ്വാംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. പങ്കേരുഹാക്ഷനായ താമരക്കണ്ണനായ ഭഗവാൻ ജാനകീദേവിയെ തന്റെ അംഗത്തിൽ തന്നെ സമാവേശ്യ, തന്നോട് ചേർത്ത് വെച്ചിട്ട് ശോഭിച്ചിതേറ്റവും, അങ്ങേയറ്റം ശോഭിച്ചു. സംക്രന്തനൻ തഥാ രാമനെ. അപ്പോൾ ദേവേന്ദ്രൻ മുന്നോട്ട് വന്ന് ശ്രീരാമചന്ദ്രനെ നിർജ്ജര സംഖ്യേന, ദേവന്മാരുടെ സംഘത്തോടെ സാർദ്ധം വണങ്ങി സ്തുതിച്ചിതു. രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമാം, രാമഭദ്ര പ്രഭോ പാഹിമാം പാഹിമാം. ഞങ്ങളെ രക്ഷിപ്പതിന് മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ. ഞങ്ങൾക്ക് ആപത്ത് വരുമ്പോഴൊക്കെ ആശ്രയിക്കാൻ ഭഗവാനെ അങ്ങല്ലാതെ മറ്റാരാണുള്ളത്? നിൻ തിരുനാമ അമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ. അങ്ങയുടെ ആ തിരുനാമം ഇടവിടാതെ ഞങ്ങൾക്ക് ചൊല്ലാൻ തോന്നണം ഭഗവാനെ. നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ട് കേൾപ്പാനും അനുദിനം
അങ്ങയുടെ ആ ചരിതാമൃതം ചൊല്ലാനും എന്റെ ചെവി കൊണ്ട് കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം. യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ ശ്രീ മഹാദേവനും നിൻ തിരുനാമങ്ങൾ, മഹാദേവനും അങ്ങയുടെ നാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹം, എല്ലായ്പ്പോഴും അങ്ങയുടെ നാമങ്ങൾ ജപിക്കുന്നു ശ്രീ പരമേശ്വരൻ. ത്വൽ പാദതീർത്ഥം, അങ്ങയുടെ പാദതീർത്ഥമായ ഗംഗയെ ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്ക് ഉമാവല്ലഭൻ, ഉമയുടെ വല്ലഭനായ പരമേശ്വരൻ ആത്മശുദ്ധിക്ക് അങ്ങയുടെ പാദതീർത്ഥമായ ഗംഗയെ ശിരസിൽ വഹിക്കുന്നു. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോട് അരുൾ ചെയ്തിതു രാഘവൻ. മൃത്യുഭവിച്ച കപികുല വീരരെ അത്തൽ കളഞ്ഞ് ജീവിപ്പിക്കയും വേണം. ഇവിടെ ഇനിയും കുറച്ച് വാനരന്മാർ മരിച്ചു കിടപ്പുണ്ട്. അവരുടെ ആ മോഹം കളഞ്ഞിട്ട് ഇപ്പോഴൊരു മോഹാലസ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ അവരെ ജീവിപ്പിക്കുകയും വേണം. മാത്രമല്ല ഇനി അങ്ങോട്ട് വാനര ജാതികൾക്ക് തന്നെ ഒരു അനുഗ്രഹം കൊടുക്കാൻ പറയുകയാണ്. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോൾ ഒക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർ ഇനി ഏത് കാലത്ത് അവർ ഒരു പഴം കഴിക്കുകയാണെങ്കിൽ അതൊക്കെ മധുരമാക്കി തീർക്കുക. വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായൊഴുകണമെന്ന് കേട്ട്, വാനരന്മാർക്ക് കുടിക്കാനായിട്ട് നദികളെയൊക്കെ തേനായിട്ടൊഴുക്കണം എന്ന് കേട്ട് ഇന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരിക, എല്ലാം ഞാൻ അങ്ങനെ തന്നെ ചെയ്തു കൊള്ളാം എന്ന് കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ. അങ്ങനെ വാനരന്മാർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഭഗവാൻ കൊടുക്കുന്നത്. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും. അങ്ങനെ ഇന്ദ്രന്റെ അനുഗ്രഹത്താൽ ജീവൻ തിരിച്ചു കിട്ടിയ എല്ലാ വാനരന്മാരും ഒരുപാട് നേരം ഉറങ്ങി എഴുന്നേറ്റവരെ പോലെ ശ്രീരാമചന്ദ്രനെ വന്ന് തൊഴുതു. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തി തന്നേരം. അപ്പോൾ പരമേശ്വരൻ ഇങ്ങനെ പറഞ്ഞു, നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്ന് വിമാനമർന്ന് നിന്നെ കാൺമാൻ. നിങ്ങളെ എല്ലാവരെയും കാണാൻ ദശരഥൻ ഇതാ വിമാനത്തിൽ വന്നിരിക്കുന്നു. ചെന്നു വണങ്ങുക എന്ന് അൻപോടു കേട്ട്. അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, ചെല്ലു, ചെന്ന് അച്ഛനെ വണങ്ങൂ എന്ന് കേട്ടഥ മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. അച്ഛൻ എന്ന് കേട്ടപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രൻ ഒരു മകനായി മാറി. അങ്ങനെ അച്ഛനെ പോയി വണങ്ങി വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോട് വന്ദിച്ചു ജനകനെ. അവർ രണ്ടുപേരും ചേർന്ന്, അവർ മൂന്നുപേരും എല്ലാവരും ദശരഥനെ വന്ദിച്ചു. ഗാഠം പുണർന്ന് നെറുകയിൽ ചുംബിച്ചു ഗൂഢനായൊരു പരമപുരുഷനെ, സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർവം പുണർന്ന് ആനന്ദമഗ്നനായി. അങ്ങനെ പരമപുരുഷനെയാണ് താൻ മകനായി കണ്ടത് എന്ന് ദശരഥൻ ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ചിന്മയനോട് പറഞ്ഞു ദശരഥൻ, എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തെ ധരിച്ചതിന്നാകയാൽ, ഇന്നാണ് എനിക്ക് അങ്ങ് ആരാണ് എന്ന പരമാർത്ഥം മനസ്സിലായത്. ഇന്ന് അങ്ങനെ ധരിച്ചതുകൊണ്ട് ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു. ഇപ്പോൾ എനിക്ക് ജന്മമരണ ദുഃഖങ്ങളൊക്കെ തീർന്നിരിക്കുന്നു. നിൻ മഹാമായ മോഹിപ്പിയായ എന്നെയും ഇനി എന്നെ ആ മഹാമായ മോഹിപ്പിക്കാതിരിക്കട്ടെ. കൽമഷനാശന കാരുണ്യവാരിധേ. താതവാക്യം കേട്ട് രാമചന്ദ്രൻ തഥാ മോദേന പോവാൻ അനുവദിച്ചിടിനാൻ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ അച്ഛന് തിരിച്ചു പോകാൻ അനുവാദം കൊടുത്തു. ഇന്ദ്രാദി ദേവകളോടും ദശരഥൻ ചെന്ന് അമരാവതി പുക്കുമരുവിനാൻ. അങ്ങനെ വീണ്ടും സ്വർഗലോകത്തെത്തി സുഖമായി വസിച്ചു. സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്ന് പുക്കു വിരിഞ്ചനും. ബ്രഹ്മാവും ഭഗവാനെ വന്ദിച്ച് തിരിച്ചുപോയി. കാർത്യായനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വൃഷാരൂഢനായിരുന്നള്ളിനാൻ. പരമേശ്വരൻ പാർവതീദേവിയോടുകൂടെ വൃഷഭാരൂഢനായിട്ട് തിരിച്ചുപോയി. ശ്രീരാമചന്ദ്ര നിയോഗേന പോയിതു നാരദനാദി മഹാമുനി വൃന്ദവും. നാരദനും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി തിരിച്ചുപോയി. പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം, എല്ലാവരും ഭഗവാനെ വാഴ്ത്തി. അങ്ങനെ പുഷ്കരചാരികളും നടന്നിടിനാർ. അവിടെ ആകാശത്ത് വന്നു നിന്ന എല്ലാ ദേവന്മാരും മറ്റെല്ലാ വിഭാഗത്തിലുള്ളവരും തിരിച്ച് അവരവരുടേതായ സ്ഥാനത്തേക്ക് പോയി. ഓം ശ്രീരാമചന്ദ്രായ നമഃ.